ഹലോ. മഹത്താകുന്നത് പിൽക്കാലത്താണ്. മഹത്തായ ഒരു ആദർശത്തിന് വേണ്ടി നൽകുന്ന ജീവൻ അല്ലെങ്കിൽ ജീവത്യാഗമാണ് രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു അടിസ്ഥാനം. എല്ലാ രക്തസാക്ഷികളും പുനരുത്ഥാനം ചെയ്യും. എല്ലാ രക്തസാക്ഷികളും ജീവിച്ചിരുന്ന കാലത്ത് പ്രവർത്തിച്ച മേഖലകളിലേക്കാൾ വലിയ മേഖലകളിൽ പ്രവർത്തിക്കും. മരണാനന്തരം എല്ലാ രക്തസാക്ഷികളും യുദ്ധങ്ങൾ ജയിക്കും എന്നാണ് പറയുക. അങ്ങനെ അപ്പോൾ മഹാത്മാഗാന്ധിയാണ് അല്ലെങ്കിൽ യേശു ക്രിസ്തുവാണ് ലക്ഷണമൊത്ത രക്തസാക്ഷികൾ. വലിയ ആദർശത്തിന് വേണ്ടി അവർ ജീവിച്ചു. ആ ആദർശത്തിലുള്ള അവരുടെ നിലപാട് ഉപേക്ഷിക്കാതിരുന്നതുകൊണ്ട് അതിശക്തമായ എതിർപ്പുകൾ ഉണ്ടാവുന്നു. അങ്ങനെ വധിക്കപ്പെടുന്നു. അങ്ങനെ ആ ആദർശം അവർക്ക് ശേഷം അതിശക്തമായി തുടരുകയും ചെയ്തു. ഈ വിധത്തിൽ മഹാത്മാഗാന്ധിയാണ് നമ്മുടെ ഒരു വലിയ രക്തസാക്ഷി. എന്നാൽ അങ്ങനെ അല്ലാത്ത രക്തസാക്ഷിത്വങ്ങളും ഭാരതത്തിൽ ഉണ്ട്. അടിയന്തരാവസ്ഥ പോലെ അതിക്രൂരമായ ഒരു ഭരണകാലത്തിന് ശേഷം രക്തസാക്ഷിയാകാൻ ഒരർഹതയും വാസ്തവത്തിൽ ഇന്ദിരാഗാന്ധിക്കില്ല. സർവ അർഹതകളും നഷ്ടപ്പെടുത്തുന്ന ഒരു ഭരണമായിരുന്നു നടന്നത്. അതിനുശേഷമുള്ള മരണം വാസ്തവത്തിൽ ഒരു രക്തസാക്ഷിത്വമായി വാഴ്ത്തിപ്പാടാനേ പാടുള്ളതല്ല. ഭരണത്തിൽ കോൺഗ്രസ് ഉള്ളത് കൊണ്ട് മാത്രം അങ്ങനെ സംഭവിക്കും. മറ്റൊരു രക്തസാക്ഷി രാജീവ് ഗാന്ധി മഹാപരാധങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ്. ശ്രീലങ്കയിൽ തമിഴന്മാരെ ഇന്ത്യൻ ആർമി ഉപയോഗിച്ച് അതിനീചമായി നശിപ്പിച്ച പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രിയെ കൊല്ലാൻ നിയുക്തരായവരെ വേണമെങ്കിൽ തമിഴ് തീവ്രവാദികൾക്ക് രക്തസാക്ഷികൾ എന്ന് വിളിക്കാം. അത്രയൊക്കെ തന്നെ രാജീവ് ഗാന്ധിക്കും രക്തസാക്ഷിത്വത്തിന് അർഹതയുള്ളൂ എന്ന് പറയണം. ഇനി നമുക്ക് പറയാനുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബാക്ക് ബോൺ, നട്ടെല്ല് എന്ന് പറയാവുന്നത് രക്തസാക്ഷിയാണ്. എല്ലാ സമ്മേളനങ്ങളും രക്തസാക്ഷി സിന്ദാബാദ് എന്ന് വിളിച്ചിട്ടാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രക്തസാക്ഷി പാരമ്പര്യത്തിന് ന്യായമുണ്ട്, നിസ്സംശയം. അത് ഒരു രാജീവൻ്റെ നോവൽ, അതിനെക്കുറിച്ചിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജീവൻ്റെ നോവലിൻ്റെ പേര് ക്രിയാശേഷം എന്നാണ്. അതിനെ ഇംഗ്ലീഷിലാക്കിയാൽ നമുക്കത് വ്യക്തമാകും. പോസ്റ്റ് ആക്ഷനാണ് ക്രിയാശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആക്ഷൻ പീരീഡ് ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ആ കാലത്ത് വളരെ സജീവമായ ഒരു ഉട്ടോപ്പിയ, അത് ഉട്ടോപ്പിയാണ് എന്ന് അന്ന് അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ആ ഉട്ടോപ്പിയ ആകട്ടെ ഒരു വിധത്തിലുള്ള ചൂഷണമില്ലാത്ത, സമത്വമുള്ള, അലീനേഷൻ ഇല്ലാത്ത, അങ്ങനെ എല്ലാവരും പരസ്പരം മതിക്കുന്ന മനോഹരമായ ഒരു കാലമായിരുന്നു ആ ഉട്ടോപ്പിയ. അത് കേവലം സംഭവിക്കുമെന്ന് അവർ വിചാരിച്ചിട്ടില്ല. ചരിത്രപരമായ അനിവാര്യത കൊണ്ട് സംഭവിക്കും എന്ന് ഉറപ്പാക്കപ്പെട്ട ആ ഉട്ടോപ്പിയയ്ക്ക് വേണ്ടി വലിയ ഊർജമുണ്ടായിരുന്നു ആ ഉട്ടോപ്പിയയ്ക്ക്. ആ ഉട്ടോപ്പിയയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് പുന്നപ്ര വയലാറിലെയും കയ്യൂരിലെയും അങ്ങനെ നിരവധി രക്തസാക്ഷികൾ. ആ രക്തസാക്ഷികളുടെ വെളിച്ചത്തിലാണ് ഞാൻ എഴുതിയിട്ടുണ്ട്, എത്ര ആളുകൾ മരിച്ച വെളിച്ചത്തിലിരുന്നാണ് ഞാൻ കഞ്ഞി കുടിക്കുന്നത്, ഞാൻ വായിക്കുന്നത്, ഞാൻ സഞ്ചരിക്കുന്നത്. ഒരുപക്ഷെ ഈ ആദ്യകാലത്തെ രക്തസാക്ഷികൾ പകർന്ന വെളിച്ചത്തിലിരുന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴും, അന്ന് നിറച്ച ഇന്ധനത്തിൻ്റെ ബലത്തിലാണ് അതിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, അത് ആക്ഷൻ പീരീഡിൻ്റെ കാര്യമായിരുന്നു. ഇത് പോസ്റ്റ് ആക്ഷൻ പീരീഡിൻ്റെ കാലമാണ്. പോസ്റ്റ് ആക്ഷൻ പീരീഡിൽ അന്ന് ദുരന്തങ്ങളായിരുന്നു ആ മരണമെങ്കിൽ ഇന്ന് അവ പ്രഹസനങ്ങൾ ആയി മാറിയിരിക്കുന്നു. സമീപകാലത്തല്ല, കുറച്ച് മുമ്പാണ് ഒരു ചലച്ചിത്രത്തിൽ ഒരു ഹാസ്യനടനാണ്, ഓർമ്മിക്കണം, ഒരു ഹാസ്യനടൻ 2 ബോംബാണ് അയാളുടെ കയ്യിലുള്ളത്. ഒരു ബോംബ് കൊണ്ട് എറിയുന്നത് ആ സമയത്ത് മറ്റേ ബോംബ് തൻ്റെ കാൽമുട്ടുകൾക്കിടയിൽ വെച്ചിട്ടാണ്.
ഈ ബോംബ് എറിഞ്ഞ പാട് തന്നെ കാൽമുട്ടിനിടയിലുള്ള ബോംബും പൊട്ടി അയാൾ ശരിയായിട്ടുള്ള രക്തസാക്ഷിയായിട്ട് മാറുക, അല്ലെങ്കിൽ രക്തസാക്ഷിയുടെ ഒരു പ്രഹസനത്തിൻ്റെ രൂപം ആയി മാറുകയാണ്. പ്രഹസനമായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നതിന് മറ്റൊരു കാരണം, ആത്മഹത്യ ആണ് അല്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണം, ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണം അത് ആത്മഹത്യയായിട്ട് ചിത്രീകരിക്കണം, ചിലർക്ക് അത് രക്തസാക്ഷിത്വമാകണം, അതിനുവേണ്ടി കൊലപാതകം ആകണം. ഈ സമീപകാലത്തും അങ്ങനെയുള്ള സംഭവം നടന്നു. അത് ആത്മഹത്യ മാത്രമാണ് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നു, അത് കൊലപാതകമാണെന്ന് പിന്നീട് തെളിയുന്നു. ഇവിടെയൊക്കെ രക്തസാക്ഷിത്വം സംഭവിക്കാതിരിക്കാനും രക്തസാക്ഷിത്വം സംഭവിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കാണാം. ഏതായാലും വളരെ പ്രഹസനങ്ങളായി തീർന്നിരിക്കുന്നു ആധുനിക കാലത്തെ ഈ രക്തസാക്ഷിത്വം എന്നർത്ഥം. അതുകൊണ്ട് ഈ പോസ്റ്റ് ആക്ഷൻ പീരീഡിലെ പ്രഹസനം ആയി മാറിയ രക്തസാക്ഷിത്വത്തെക്കുറിച്ചാണ് രാജീവൻ്റെ നോവൽ നമ്മളോട് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ക്രിയാശേഷം, പോസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്ന പേര് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഈ രക്തസാക്ഷിത്വം ഒരു അസംബന്ധമായി മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ. ഒരു കാരണവശാലും മനുഷ്യൻ്റെ ജീവിതത്തിന് തുല്യമല്ല മരണാനന്തര ജീവിതം. ഹോമർ പറയുക, അഖിലസ് ഒഡീസിയസിനോട് പറയുക, ഈ നാട്ടിൽ ഏറ്റവും ദരിദ്രനായ കൃഷിക്കാരൻ്റെ അടിമയായി കഴിയുന്നതാണ് എനിക്കിഷ്ടം, മരിച്ച അനേകം മനുഷ്യരുടെ ചക്രവർത്തിയായി കഴിയുന്നതിനേക്കാൾ. മരിച്ച ചക്രവർത്തികൾ വേണോ നമുക്ക്, ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർ വേണോ എന്ന് ചോദിക്കണം. രക്തസാക്ഷിത്വത്തെ വല്ലാതെ വികലമായി ആഘോഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് രാജീവൻ്റെ ഈ രാഷ്ട്രീയ നോവൽ. ഇനി അത് സംബന്ധമായി രാജീവൻ പറഞ്ഞതിന് ശേഷം ഞാൻ തുടരുന്നത്. രക്തസാക്ഷി ആവുന്നതിനെ പറ്റി അതിനെ വളരെ വ്യക്തമായ കാര്യങ്ങൾ നാരായണൻ പറഞ്ഞു. ഇപ്പം അതിൻ്റെ തുടർച്ചയായിട്ട് എന്താണ് പറയാമെന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല. ഞാൻ എൻ്റെ നോവലിനെ പറ്റി പറയാൻ തോന്നുന്നു. ക്രിയാശേഷം എന്ന് പറയുന്നത് അത് എഴുതാനുള്ളൊരു വളരെ പെട്ടെന്നുള്ള ഒരു പശ്ചാത്തലം എം സുകുമാരൻ്റെ ശേഷക്രിയ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ്, 1979-80 ആ സമയത്താണ് സുകുമാരൻ്റെ നോവൽ വായിച്ചത്. പിന്നെ പലതവണ അത് വീണ്ടും വായിച്ചു. വീണ്ടും വായിച്ച സമയത്ത് ആ നോവലിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദർശശൈലിയായ കുഞ്ഞയ്യപ്പൻ എന്ന് പറയുന്ന സഖാവ്, അയാളുടെ ജീവിതമൊക്കെ ഉണ്ടെങ്കിലും ഒരു കഥാപാത്രം ഇങ്ങനെ വിട്ടുപോകാതെ മനസ്സിൽ ഉണ്ടായിരുന്നു. അത് കുഞ്ഞയ്യപ്പൻ സ്വന്തം വീടെന്ന് പറയാൻ പറ്റില്ല, ഒരു പുറമ്പോക്കിനടുത്തുള്ള ഒരു ചെറിയ കുടിൽ പോലത്തെ വീടിൻ്റെ പിന്നിലെ മാവിൻ കൊമ്പിൽ അയാളുടെ 4 വയസ്സോ അന്ന് 4 വയസ്സോ 3 വയസ്സോ ഒക്കെ ആയിട്ടുള്ള, നിങ്ങൾക്കറിയാം, വായിച്ചിട്ടുള്ള ആൾക്കറിയാം, ആ മകൻ ഊഞ്ഞാലാടുന്ന ഒരു മാവിൻ കൊമ്പിൽ അദ്ദേഹം കെട്ടിത്തൂങ്ങി ചാവുകയാണ് ചെയ്യുന്നത്. അത് ആത്മഹത്യയാണ്, അല്ലെങ്കിൽ അത് അച്ഛൻ മരിച്ചതാണ് എന്ന് പോലും ആ കുട്ടിക്കെന്ന്, ആ മകനെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത പ്രായമാണ്. 4-5 വയസ്സേ ഉള്ളൂ ആ സമയത്ത്. കുഞ്ഞയ്യപ്പൻ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മുമ്പ് അദ്ദേഹം പാർട്ടി സെക്രട്ടറിക്ക് ഒരു കത്ത് എഴുതി വെക്കുന്നുണ്ട്. കുഞ്ഞയ്യപ്പൻ മരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് പാർട്ടിയുടെ വ്യതിയാനങ്ങൾക്കെതിരെ, മുതലാളിത്ത ചായ്വിനെതിരെ, പാർട്ടിയിലെ ഉദ്യോഗസ്ഥ മേധാവിത്വം ശക്തി പ്രാപിക്കുന്നതിരെ സംസാരിച്ചു, പ്രവർത്തിച്ചു എന്നതുകൊണ്ടും പാർട്ടി ഒരു സമ്പന്ന വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യതിചലിച്ചു പോകുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ അധികാരമോഹികളുടെ കയ്യിൽ പാർട്ടി അമർന്നു പോകുന്നതിനുമെതിരായിട്ട് അദ്ദേഹം സംസാരിച്ചതും എഴുതിയതുമാണ്. പാർട്ടി പത്രത്തിലെ ജോലിക്കാരനായിരുന്നു കുഞ്ഞയ്യപ്പൻ. പാർട്ടിയുടെ ഒരു സൈദ്ധാന്തികൻ എന്ന് തന്നെ പറയാം ആയിരുന്നു. അദ്ദേഹം അതിനുവേണ്ടി ജോലി നഷ്ടപ്പെടുന്നു, പാർട്ടിയിൽ നിന്ന് പുറത്തായിത്തീരുന്നു. അങ്ങനെ ഒരുതരം അനാഥത്വം എന്ന് പറയുന്നത്
അച്ഛനും അമ്മയും മരിച്ചതുപോലെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ ശേഷം ഈ കുഞ്ഞയ്യപ്പൻ്റെ മനോഭാവം. ദാരിദ്ര്യം മാത്രമാണ് കുഞ്ഞയ്യപ്പന്. കുടൽ പുണ്ണാണ് രോഗം കുഞ്ഞയ്യപ്പൻ എപ്പോഴും. എരിവും പുളിയും കഴിക്കാൻ കഴിയില്ല. അതൊക്കെ പട്ടിണി കിടന്ന് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ടും ഒക്കെ ഉണ്ടായിട്ടുള്ള രോഗങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കുഞ്ഞോമനയോ അല്ലെങ്കിൽ മകൻ ഈ കൊച്ചുനാണൂരാണെങ്കിൽ ചെറുപ്പത്തിൽ എപ്പോഴും രാത്രി വയറിളക്കമാണ്. അങ്ങനെ ദാരിദ്ര്യം എങ്ങനെയൊക്കെ ഉണ്ട്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ആദർശത്തെ അദ്ദേഹം മുറുകെ പിടിക്കുക ചെയ്യുന്നു. എന്നിട്ടും ജീവിക്കാൻ പറ്റാത്ത കാലത്ത് ഞാൻ ഇനി ജീവിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്കും കുട്ടിക്കും അതൊരു ഭാരമായിരിക്കും എന്ന തിരിച്ചറിവാണ് കുഞ്ഞയ്യപ്പനെ കൊണ്ട് ആത്മഹത്യ ചെയ്യിച്ചത് എന്നാണ് എൻ്റെ വായന. സ്വന്തം പരാജയം മാത്രമല്ല, കാരണം ഈ ആദർശവുമായി നിൽക്കുകയാണെങ്കിൽ വളർന്നു വരുന്ന മകന് അവൻ ജീവിക്കേണ്ടത് പുതിയ ലോകത്തിലാണ്. പുതിയ ലോകം എന്ന് പറയുന്നത് ആദർശങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുന്ന ലോകമല്ല. പുതുതായി വന്ന പാർട്ടി സഖാക്കൾ കാണിക്കുന്നത് പോലെ ആദർശങ്ങൾ കൈവിട്ട് താൽക്കാലിക ലാഭത്തിനും അധികാരത്തിനും വേണ്ടിയിട്ട് കറപ്റ്റായി തീരുക എന്ന് പറയുന്ന ഒരു വഴിയിലൂടെ മാത്രമേ ഈ കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ എന്നും, അങ്ങനെ വളരേണ്ട ആ കാലത്ത് ജീവിക്കേണ്ട മകന് തൻ്റെ ആദർശം ഒരു തടസ്സമായിരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് കുഞ്ഞയ്യപ്പൻ ആത്മഹത്യ ചെയ്തത്. സ്വന്തം തടസ്സം മാറ്റിക്കൊടുക്കുക, ബ്ലോക്ക് മാറ്റിക്കൊടുത്തു മകൻ്റെ മുമ്പിലുള്ള. ഇതാണ് എൻ്റെ ആ കൃതിയിലെ പറ്റിയുള്ള അവസാനത്തെ പറ്റിയുള്ള എൻ്റെ ഒരു വായന. പക്ഷേ അതിൽ കുഞ്ഞയ്യപ്പൻ ഒരു അവസാനം ഒരു കത്ത് എഴുതി വെക്കുന്നുണ്ട് പാർട്ടി സെക്രട്ടറിക്ക്. ആ കത്തിൻ്റെ ഏകദേശം ഉള്ളടക്കം ഇങ്ങനെയാണ്: ഞാൻ മരിച്ചാൽ കുഞ്ഞയ്യപ്പൻ കുടുംബസഹായ നിധി എന്ന് പറഞ്ഞ് നിധിയുണ്ടാക്കി രൂപീകരിച്ച് നിങ്ങൾ ഫണ്ട് പിരിക്കും. എനിക്കറിയാം പാർട്ടി ആ ഫണ്ട് പിരിച്ചുകൊണ്ട് എനിക്ക് ഇപ്പോൾ താമസിക്കുന്ന വാടക കുടിലാണ് ഒരു വീടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ആ വീടുണ്ടാക്കുകയാണെങ്കിൽ എനിക്കൊരു അപേക്ഷയുണ്ട്. ആ അപേക്ഷ ഇതാണ്: ഞാൻ ജീവിച്ചതുപോലുള്ള ദാരിദ്ര്യവും വൃത്തികേടും നിറഞ്ഞ ഇടങ്ങളിലാവരുത്. കൊച്ചുനാണു എൻ്റെ മകനാണ്. ആ ദാരിദ്ര്യവും വൃത്തികേടും അഴിമതിയും കണ്ടാൽ അവനും എന്നെപ്പോലെ ഒരു ശാലിയുടെ ആർക്കും വേണ്ടാത്തൊരു പാതയിലേക്ക് അവനും വഴിതെറ്റിപ്പോയേക്കാം. അതുകൊണ്ട് ദയവ് ചെയ്ത് കുടുംബസഹായ നിധി ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക്, എൻ്റെ മകന്, എൻ്റെ ഭാര്യയ്ക്ക് നിങ്ങൾ ഒരു ചേരി പ്രദേശത്ത് നിങ്ങൾ ഒരു വീടുണ്ടാക്കി ഉണ്ടായിരിക്കരുത്. ഇതൊന്നും കാണാത്ത, ദാരിദ്ര്യമോ കണ്ണീരോ ചോരയോ കഷ്ടപ്പാടോ അല്ലെങ്കിൽ അസ്ഥികൂടങ്ങളോ കാണാത്ത ഒരു സ്ഥലത്ത് ഒരു വീടുണ്ടാക്കി കൊടുത്താൽ നല്ലത് എന്നാണ് കുഞ്ഞയ്യപ്പൻ്റെ അവസാനത്തെ ആഗ്രഹമായി പാർട്ടി സെക്രട്ടറിക്ക് എഴുതി വെക്കുന്ന ഒരു കത്ത്. അവിടെയാണ് ആ നോവലിൻ്റെ ഇവിടെയാണ് ഇതിങ്ങനെ. അതിനുശേഷം ഈ കേരളത്തിലെ ഒരു കാലം 1980 വന്നു. 80കളോടുകൂടി മൊത്തം നമ്മുടെ ഒരു സാമൂഹ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ മാറ്റം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയ പ്രവർത്തനം മാറി, രാഷ്ട്രീയം ഒരു പ്രൊഫഷനായി മാറി, ആദർശം എന്ന് പറയുന്ന ആർക്കും വേണ്ടാത്തതായി മാറി. അങ്ങനെ എല്ലാ തരത്തിലും പുതിയ ആഗോള മൂലധനം വന്നു, IT വന്നു, ഇൻ്റർനെറ്റ് വന്നു. ഇങ്ങനെ മൊത്തം ഒരു വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിനനുബന്ധമായിട്ട് എൻ്റെ പറയാനുള്ളത് വെച്ചാൽ ഈ നോവൽ ഞാൻ നേരത്തെ എഴുതിയ 2 നോവലുകളുടെ തുടർച്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. നോവൽ ത്രയം എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. അതായത് എൻ്റെ KTN കോട്ടൂർ എഴുത്തും ജീവിതവും എന്ന് പറയുന്നത് സ്വാതന്ത്ര്യപൂർവ്വ കേരളമാണ്, മലബാറാണ്. 1947 ആഗസ്റ്റ് 15 ആ നോവൽ അവസാനിക്കുന്നത്. ആ നോവൽ ആരംഭിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലാഹോർ കോൺഗ്രസ് കമ്മിറ്റിയിൽ വെച്ച് തീരുമാനിക്കുകയും അത് മൊത്തം അതിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രക്ഷോഭം ആരംഭിക്കുകയും ചെയ്യുന്ന ആ ഒരു സ്വാതന്ത്ര്യപൂർവ്വ കാലമാണ് അന്നത്തെ. ആ കാലത്ത് ആണ് അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. ആ അതിനകത്തുള്ള ഒരു ഞാൻ സൂചിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ അത് വ്യക്തിയും സംഘടനയും തമ്മിലുള്ള ഒരു സംഘടന ആകുമ്പോഴേക്കും എങ്ങനെ വ്യക്തി എന്ന് പറയുന്നയാൾ ഇല്ലാതായി പോകുന്നതെന്നാണ്. അതിൽ KTN കോട്ടൂർ എന്ന് പറയുന്ന അതിൽ നാരായണനാണ്. നാരായണൻ എന്ന് പറയുന്ന കഥാപാത്രം കോൺഗ്രസിന് വേണ്ടി, ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി മുഴുവൻ കാലം ജീവിക്കുകയും പ്രവർത്തിക്കുകയും എല്ലാം ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്ത അവസാനം സ്വാതന്ത്ര്യം കിട്ടുമ്പോഴേക്കും അയാൾ പൈത്യക്കാരനായിട്ട് ഭ്രാന്തനായി മാറുന്ന, ആർക്കും വേണ്ടാത്തവനായി സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നതാണ്. കാരണം ഇൻഡിവിജ്വൽ എന്ന് പറയുന്നൊരു വലിയൊരു ഇഷ്യൂ ഉണ്ട് അതിനകത്ത്. വ്യക്തിയും സമൂഹവും പൗരനും വ്യക്തിയും തമ്മിലുള്ള അതായത് ചുരുക്കം പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യപൂർവ്വ കേരളമാണത്. പാലേരി മാണിക്യം എന്ന് പറയുന്ന 2ാമത്തെ നോവൽ കേരള പിറവിക്ക് ശേഷമുള്ള EMS മന്ത്രിസഭ വന്ന ശേഷമുള്ള ആ ഒരു പീരീഡിൻ്റെ ഇതായിട്ടുള്ള അതും ഇതുപോലെ തന്നെയാണ്. സ്ത്രീ എന്ന് പറയുന്ന ഒരു പ്രമേയമാണ് അതിനകത്തുള്ളത്. മാണിക്യം എന്ന് പറയുന്ന സ്ത്രീ
സവിശേഷത എന്ന് ഞാൻ കാണുന്നത്, അതുവരെ ജന്മിമാർക്കും ആർക്ക് വേണമെങ്കിൽ അപരാധിക്കാനുള്ളതാണ് ഈ ദളിത് സ്ത്രീകൾ എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എങ്ങനെ വേണമെങ്കിൽ ആ ജന്മിമാർക്ക് എപ്പോഴും വീട്ടിൽ കയറി ചെല്ലാം. അങ്ങനെ അപരാധിക്കപ്പെടുന്ന സ്ത്രീയല്ല, ആദ്യമായി ഒരു ജന്മിയോട് നോ, എൻ്റെ ശരീരത്തിൽ തുടരുത്, നോ എന്ന് പറയാണ്. ആ നോ എന്ന് പറയുന്നതിൻ്റെ പേരിൽ രക്തസാക്ഷി ആണ് മാണിക്യം. കൊല്ലപ്പെടുകയാണ് അവർ. മാണിക്യം കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെടുകയാണ്, റേപ്പ് ചെയ്യപ്പെട്ട് കൊല്ലപ്പെടുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ റെക്കോർഡഡ് റേപ്പ് മർഡർ എന്ന് പറയാൻ പറ്റും ആ രീതിയിൽ. അപ്പോൾ അത് കേരളത്തിന് ശേഷം ഇപ്പോഴും ആ വ്യത്യാസം വന്നിട്ടില്ല നമ്മൾക്ക്. ഇപ്പോഴും ആ ഒരു സ്വാതന്ത്ര്യപൂർവ്വ ഘട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ അന്യവൽക്കരണം, രാഷ്ട്രീയ പാർട്ടികളിൽ ഒറ്റപ്പെട്ടു പോക്ക്, അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളെ പലതരത്തിലുള്ള കണക്കുകൂട്ടലിലും വ്യക്തി ഒറ്റപ്പെട്ടു പോകുന്നത്. കോട്ടൂർ ഒരു രക്തസാക്ഷിയാണ്, നാരായണൻ രക്തസാക്ഷിയാണത്. ഇതിൽ പാലേരി മാണിക്യം രക്തസാക്ഷിയാണ്. അവർ ശരീരത്തിൻ്റെ സ്വന്തം സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടി പോരാടി മരിച്ചു എന്ന് പറയാൻ പറ്റും. ഇതിലേക്ക് വരികയാണെങ്കിൽ ഈ ക്രിയാശേഷത്തിലേക്ക് വരുന്ന സമയത്ത് ക്രിയാശേഷം നമ്മുടെ കാലത്തുള്ള ഒരു പ്രമേയമാണത്. അങ്ങനെ മറ്റേ 2 രക്തസാക്ഷ്യങ്ങളും സാർത്ഥകമായിരുന്നു എന്ന് പറയാം. അത് അവർ തന്നെ പോരാടി എന്നിരുന്നാണ്. ഇപ്പം നാരായണൻ സൂചിപ്പിച്ച പോലെ ആ രക്തസാക്ഷി സങ്കല്പം യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ക്രിയാശേഷത്തിലാവുമ്പോഴേക്കും അതൊരു പ്രഹസനമായി മാറുന്നു. രക്തസാക്ഷി ആവാൻ പറ്റിയ ആളുകളെ തിരഞ്ഞെടുക്കുകയാണ് പാർട്ടി. ഏതെങ്കിലും ഒരു പാർട്ടി, എല്ലാ പാർട്ടിയും. അവൻ്റെ മുഖം കണ്ടാൽ രക്തസാക്ഷിയാവാൻ കൊള്ളാം, അവൻ്റെ ജീവിത പശ്ചാത്തലം രക്തസാക്ഷിയാവാൻ പറ്റിയതാണ്. ദാരിദ്ര്യമുണ്ട്, അവൻ അത്രമാത്രം ശരീരത്തിൽ അത്രമാത്രം ഫ്ലഷ് ഇല്ല, കൊഴുപ്പ് കുറവാണ്, പെട്ടെന്ന് കൊല്ലാൻ പറ്റും. ഇങ്ങനെയുള്ള രക്തസാക്ഷി ലക്ഷണങ്ങൾ നോക്കി നടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി. അതായത് ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ തീരെ മാറിപ്പോവുകയും അത് ഓരോ രക്തസാക്ഷി നിർമ്മാണത്തിലും നമുക്ക് കാണാൻ പറ്റും. നമ്മളതിന് ഈ അടുത്ത് നടന്നിട്ടുള്ള മഹാരാജാസ് കോളേജിൽ ഒരു പാവം കുട്ടി കൊല്ലപ്പെട്ടു. അവൻ്റെ പശ്ചാത്തലം നോക്കിയാൽ മതി. മഹാരാജാസ് കോളേജിൽ എത്രയോ കുട്ടികളുണ്ട്, അതിലെത്രയോ ബ്രാഹ്മണരുണ്ട്, അയ്യങ്കാർമാരുണ്ട്, മേനോന്മാരുണ്ട്, നായർമാരുണ്ട്, ഈഴവരുണ്ട്. ആദിവാസി മേഖലയിൽ നിന്ന് ഒരാൾ തന്നെ വേണ്ടി വന്നു രക്തസാക്ഷിയാവാൻ. അതും അവൻ പഠിച്ചു വളർന്നിട്ട് വേണം അവൻ്റെ കുടുംബവും അവൻ്റെ നാടും വികസിക്കാൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്ന്, ഒരു പിന്നോക്ക ഭാഗത്തുനിന്ന് വരുന്ന ഒരാളിൽ തന്നെ എങ്ങനെ രക്തസാക്ഷി നറുക്കെടുപ്പ് എത്തിക്കഴിഞ്ഞു. ഇതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അടങ്ങിയിരിക്കുന്ന മനുഷ്യത്വ വിധതയുടെയും ഹിംസയുടെയും അതാണ്. അത് എല്ലാ യുക്തികൾക്കും അപ്പുറം. എന്തിനു വേണ്ടി അഭിമന്യു എന്നല്ല ആ കുട്ടിയുടെ പേര്, അതെ, എന്തിനു വേണ്ടി അഭിമന്യു മരിച്ചു? ആർക്ക് വേണ്ടി? എന്ത് നേട്ടമുണ്ടായി അതുകൊണ്ട്? നാരായണൻ പറഞ്ഞു യേശുക്രിസ്തു, ബുദ്ധൻ, ഗാന്ധി എന്നെല്ലാം പറഞ്ഞു. പക്ഷേ ഈ അഭിമന്യു പോലുള്ള ആളുകളുടെ മരണം കൊണ്ട് എന്ത് നേട്ടമുണ്ടായി സമൂഹത്തിൽ? വീട്ടുകാർക്ക് കുറച്ച് കണ്ണീർ. കുറേ കാലം അത് പോസ്റ്ററുകളിലും നല്ല യുവജന സംഘടനകളുടെ മുദ്രാവാക്യത്തിലും മുഴങ്ങി നിൽക്കുമല്ലാതെ ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടാക്കിയത്? ഗാന്ധിയുടെ മരണം മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. ഗാന്ധിക്ക് അത് മാത്രമേ മരിക്കാൻ മാർഗമുണ്ടായുള്ളൂ. തീർച്ചയായിട്ടും അത് ഗാന്ധിയുടെ അഭിനയിച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ മുൻകൂട്ടി തീരുമാനിച്ച് ഗാന്ധി തന്നെ പ്ലാൻ ചെയ്തുണ്ടാക്കിയൊരു സാക്ഷിതമല്ലത്. T.S. എലിയട്ടിൻ്റെ മർഡർ ഇൻ ദ കത്തീഡ്രൽ എന്ന് പറഞ്ഞ നാടകത്തിൽ എലിയട്ട് പറയുന്നുണ്ട്, രക്തസാക്ഷി ആവുക എന്ന് പറയുന്നത് ഒരു അബോധ മോഹമാണ് എല്ലാ മനുഷ്യരിലുമുള്ള. അബോധമായി ഓരോ വ്യക്തിയിലും രക്തസാക്ഷിയാവണം. രക്തസാക്ഷികൾ നിരന്തരമായി ഓർമ്മിക്കപ്പെടും, ചരിത്രത്തിൽ ജീവിക്കുമെന്ന് പറയുന്നുണ്ട്. പാലേരി മാണിക്യത്തിൽ ഒരു കുറ്റാന്വേഷക കഥാപാത്രം പറയുന്നുണ്ട് അതിനകത്ത്. അതായത് മാണിക്യം അല്ലാതെ മരിച്ചിരുന്നെങ്കിൽ, സാധാരണ ഒരു ഈഴവ സ്ത്രീയായി മരിച്ചിരുന്നെങ്കിൽ ആരോർക്കാൻ? ഒരു മാതയോ ചിരുതയോ മരിച്ചതുപോലെ. പക്ഷേ പോരാടി മരിച്ചു, കൊല്ലപ്പെട്ടു. സൗന്ദര്യത്തിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ മാരകമായ സൗന്ദര്യം, മഡറസ് ബ്യൂട്ടി എന്നൊക്കെ പറയും പോലെ മാരകമായ സൗന്ദര്യത്തിൻ്റെ ഇരയാണ്, അതിൻ്റെ രക്തസാക്ഷിയാണ്. അല്ലെങ്കിൽ സ്വാഭിമാനത്തിൻ്റെ രക്തസാക്ഷിയാണ് മാണിക്യെന്ന് പറയുന്നത് പോലെ തന്നെ. പക്ഷേ ക്രിയാശക്തിക്ക് എത്തുമ്പോഴേക്കും ആ രക്തസാക്ഷി സങ്കല്പം മുഴുവൻ തകരുകയും ഈ കാലത്ത് ആരും ഓർമ്മിക്കപ്പെടുന്നില്ല, ഒരാളും ഓർമ്മിക്കപ്പെടുന്ന വെറും ചടങ്ങുകൾ മാത്രമായിട്ട്. ഇപ്പം ഗാന്ധി കൊല്ലപ്പെട്ട ദിവസം, ആ ദിവസം KPCC ഓഫീസിൽ കുറച്ച് ആളുകൾ ഇരുന്നിട്ട് ഗാന്ധി ഭജൻസ് പാടുക, അവിടെ തീർന്നത്. അവിടെ നേരെ ഇറങ്ങിപ്പോയിട്ട് അവരുടെ അടുത്ത എന്താ പറയുക, ഈ മദ്യ മാഫിയോടോ ക്വാറിയോടോ പാറക്കാറിക്കാരോടോ കൈക്കൂലി വാങ്ങിച്ചിരിക്കുക. അതേ പാർട്ടിയെ പറഞ്ഞ എല്ലാ പാർട്ടികളെയും കാര്യം പറഞ്ഞത്. ഇങ്ങനെ
ഇത്ര മനുഷ്യത്വരഹിതമായി മനുഷ്യരുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഈ കാലം, ആ കാലത്തെ പറ്റിയാണ് ഞാൻ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. പലരും എന്നോട് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ മാത്രമല്ല, നമ്മൾ എല്ലാം ഇതിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അർത്ഥശൂന്യമായിട്ടുള്ള ഈ മരണ കളി എന്ന് പറയാൻ പറ്റും. അതാണ് അതിൻ്റെ ഞാൻ ആവിഷ്കരിക്കാൻ ശ്രമിച്ച ഒരു കാര്യം. വാസ്തവത്തിൽ ഈ ലോകത്തെ സൃഷ്ടിച്ചത് രക്തസാക്ഷികളാണ് എന്ന് പറയാം. എല്ലാ മരണങ്ങളും ഒരർത്ഥത്തിൽ രക്തസാക്ഷിത്വങ്ങളാണ് എന്നും പറയാം. എന്തെങ്കിലും ഫലമുണ്ടാക്കിയ എല്ലാ മരണങ്ങളും രക്തസാക്ഷിത്വങ്ങളാണ് എന്ന് പറയാം. രക്തസാക്ഷികളാണ്. കുടുംബ അളവിൽ ഒരു 30 പേർ ആക്സിഡൻറ്റിൽ മരിച്ചാൽ അടുത്ത ദിവസം ആ വളവ് നിവർത്തി റോഡിൻ്റെ ഗതി മാറ്റുന്നുണ്ടെങ്കിൽ ആ 30 പേരും രക്തസാക്ഷികൾ ആയിരുന്നു. ഇവിടെ നിപ്പ വന്നു. നിപ്പ വന്നപ്പോൾ നിപ്പയിൽ വളരെ കുറച്ച് പേരെ മരിച്ചിട്ടുള്ളൂ. അങ്ങനെ മരിക്കാതിരിക്കാൻ കാരണം മലേഷ്യയിലും ബംഗ്ലാദേശിലും നേരത്തെ നിപ്പ വരികയും അനേകം രക്തസാക്ഷികൾ ഉണ്ടാവുകയും ചെയ്തതിൻ്റെ ഫലമാണ്. അതുകൊണ്ട് നമുക്ക് ഈ രോഗത്തെ നിർണ്ണയിക്കാൻ സാധിച്ചു, വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സാധിച്ചു. ഇങ്ങനെ രക്തസാക്ഷികൾ ഇപ്പോൾ ഈ കോരപ്പുഴ പാലത്ത് ബസ്സിലിരുന്ന് പുറത്തേക്ക് പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞ് കണ്ടക്ടറോട് പറഞ്ഞുകൊണ്ടിരുന്ന കിളിയുടെ തല കൈവരിയിൽ കുടുങ്ങി താഴെ വീണ് അയാൾ മരിച്ചു. വലിയ ഒരു രക്തസാക്ഷിത്വമായിരുന്നു ഇത്. കാരണം ആ പാലത്തിലൂടെ വരുന്ന സകല ആളുകളും ജാഗ്രത പാലിക്കും. ആ പാലം കഴിയുന്നത് വരെ വളരെ വർഷങ്ങളോളം എത്ര ആളുകളുടെ ശിരസ്സാണ് അയാൾ രക്ഷിച്ചത് എന്ന് നിങ്ങൾ ഓർക്കണം. ഇങ്ങനെ എല്ലാ മരണങ്ങളും, എല്ലാ ദുർമരണങ്ങളും, എല്ലാ അപകട മരണങ്ങളും രക്തസാക്ഷിത്വങ്ങളായിത്തീരുമ്പോൾ ഒന്നും സംഭവിക്കാത്ത മരണങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ സമീപകാലത്തെ മരണങ്ങളാണ് എന്നതാണ് വ്യസനിപ്പിക്കുന്ന കാര്യം. ഇതിൽ ശേഷക്രിയ എന്ന് പറയുന്ന നോവലിലെ കുഞ്ഞയ്യപ്പൻ, അതിന് തുടരുകയാണല്ലോ രാജീവൻ. ഈ കുഞ്ഞയ്യപ്പൻ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. കൊല്ലപ്പെട്ടാൽ അത് പാർട്ടിക്ക് ശക്തമായ ഒരു രക്തസാക്ഷിത്വമാകുമായിരുന്നു. പക്ഷേ ആത്മഹത്യ ചെയ്താൽ ആത്മഹത്യക്കുള്ള ഒരു വലിയ പ്രശ്നം, എല്ലാ ഉറ്റവരുടെ നേരെയും മരിച്ച ആളുടെ കൈ നീണ്ടുവരുമെന്നാണ്. ഞാനൊരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു. നീ എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തു ഒരാൾ, കീശയിൽ നീ എന്ന് പറഞ്ഞിട്ട് ഒരു കടലാസ്, നീ ആണ് കാരണം എന്ന് പറഞ്ഞിട്ട് ഒരു കടലാസ് വെച്ചു. അയാളുടെ ഭാര്യക്കോ എൻ്റെ ഭർത്താവ് അറിഞ്ഞിരുന്നോ എന്ന് ഭയമായി. അമ്മയ്ക്ക് എൻ്റെ മകൾ കാരണമാണ് എന്ന് തോന്നി. മകന് താൻ കാരണമാണ് അയാൾ മരിച്ചത് എന്ന് തോന്നുന്നു. അയാളുടെ സുഹൃത്തായ സഖാവ് താൻ കാരണമാണ് എന്ന് വിചാരിച്ച് കെട്ടിയ ടാർപോളിന് ഒന്നുകൂടി ഉയർത്തി കെട്ടുന്നു. ഇങ്ങനെ അയാളുമായി ബന്ധപ്പെട്ട സകല ആളുകളും അതിന് കാരണക്കാരായിത്തീരുന്നത് കൊണ്ട് ഒരു പാർട്ടിക്ക് ക്ഷമിക്കാൻ പറ്റുകയില്ല. ആത്മഹത്യ ചെയ്യുന്നത് കൊലപാതകങ്ങളെ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ സാധിക്കും. അങ്ങനെ ഈ കൊലപാതകം, അത് കാരണം ഈ കൊച്ചുനാണുവിന് വേണ്ട സംരക്ഷണമൊന്നും കിട്ടുന്നില്ല. അവർ വലിയ അവഗണനയാണ് ഈ കൊച്ചയ്യപ്പനോട് കാണിക്കുന്നത്. അങ്ങനെ ഈ വലിയ അവഗണന കാണിക്കാൻ അയാൾ സ്വാതന്ത്ര്യം ഉപയോഗിച്ചു എന്നതാണ് കാരണം. ആൽബർട്ട് കാമു ഒക്കെ പറയുന്നത് പോലെ സർഗാത്മകമായ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മഹാവിഷ്കാരമാണ്, ഒരു താന്തോന്നിത്തമാണ്. വാസ്തവം പറഞ്ഞാൽ ആത്മഹത്യ എന്നതിനാൽ അത് പാർട്ടി വിരുദ്ധമാണ്. അങ്ങനെ പാർട്ടി വിരുദ്ധമായ ഒരു ആത്മഹത്യയും അംഗീകരിക്കാൻ സാധ്യമല്ല. അത് രക്തസാക്ഷിത്വവും ആയിത്തീരുകയില്ല. വാസ്തവത്തിൽ പാർട്ടി ആത്മഹത്യ ചെയ്യും. ഇപ്പോൾ ഈ അഭിമന്യുവിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ. വാസ്തവത്തിൽ അഭിമന്യു ജീവിച്ചിരിക്കേണ്ട ഒരാളായിരുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്ര വലിയ ഞെട്ടല്ല. അത്ര സ്നേഹസമ്പന്ന, അത്ര സാമൂഹ്യ ബോധമുള്ള, അത്ര നിഷ്കളങ്കനായ, അത്ര സകലർക്കും വേണ്ട ഒരാൾ ജീവിച്ചിരിക്കുകയായിരുന്നു വേണ്ടത്. മറിച്ച് ക്യാമ്പസുകളിൽ നിലനിൽക്കുന്ന ഏതോ സ്വച്ഛാധിപത്യത്തിന് അനന്തരഫലമായി അയാൾ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഭാവിയിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുമെങ്കിലും ഭാവിയിൽ അത് ഒരു കാലത്ത് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ടായിരുന്ന ഒരു സ്വേച്ഛാധിപത്യത്തിൻ്റെ ഫലമായി അതിനെ തിരിച്ചറിയുകയും സമീപകാലത്തുള്ള രക്തസാക്ഷികൾ മുഴുവൻ ഇരകളായിരുന്നു, രക്തസാക്ഷികളായിരുന്നില്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യും.
ഈ ഒരു ഇരയുടെ കാര്യമാണ് രാജീവൻ പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സമീപകാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ പോസ്റ്റ് ആക്ഷൻ പീരീഡിൽ യഥാർത്ഥ രക്തസാക്ഷിത്വങ്ങൾ ഉണ്ടായി. അവർ കാരണം മാറിയ ലോകത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അന്ന് കത്തിയ വെളിച്ചത്തിലാണ് നമ്മൾ കഴിയുന്നത്. പക്ഷേ പോസ്റ്റ് ആക്ഷൻ പീരീഡിൽ അത് ഒരു ഉട്ടോപ്പിയാണെന്ന് സകലർക്കും മനസ്സിലായിട്ടും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അത് രാഷ്ട്രീയ പ്രവർത്തനമായി മാറുമ്പോൾ, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പോയപ്പോൾ, അതിൻ്റെ ഊർജം മാറിയപ്പോൾ, അതിന് പ്രോംപ്റ്റ് ചെയ്തിരുന്ന കാലം പിൻവാങ്ങിയപ്പോൾ, അത് ഈ വിധത്തിൽ എന്തായിത്തീർന്നു? പ്രഹസനങ്ങൾ ആയിത്തീർന്നു. ആദ്യം ദുരന്തമായിരുന്നത് ഇങ്ങനെ പ്രഹസനമായി പോയും. ദുരന്തമായിരുന്നു വാസ്തവത്തിൽ അഭിമന്യുവിൻ്റെ മരണം, നമുക്കൊക്കെ അറിയാം. പക്ഷേ അത് കാലാന്തരത്തിൽ പ്രഹസനമായി തീരും. അല്ലെങ്കിൽ രക്തസാക്ഷിത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കണം. മറിച്ച് ഒരു ഇരയായിരുന്നു അയാൾ എന്ന ശരിയായ രാഷ്ട്രീയ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവുകയും വേണം. അങ്ങനെ കാലം മാറുന്നു. പഴയ രക്തസാക്ഷിത്വത്തിൽ നിലനിൽക്കാൻ ഈ പോസ്റ്റ് എന്താ പറയുക, നമ്മുടെ ഈ സത്യാനന്തര കാലത്ത്, പോസ്റ്റ് ട്രൂത്ത് പീരീഡിൽ സാധ്യമല്ല. നമുക്ക് സത്യങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. നിർമ്മിക്കുന്ന സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പുതിയ ലോകവും സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന പഴയ ലോകവും തമ്മിൽ വലിയ അന്തരമുണ്ട്. അന്നത്തെ രക്തസാക്ഷിയുടെ പരിഹാസ്യമായ മിമിക്രി മാത്രമാണ് ഇന്നത്തെ ഒരു രക്തസാക്ഷിക്ക് സാധിക്കുക. അതുകൊണ്ടാണ് ഈ കൊല്ലപ്പെട്ടതിന് അടുത്ത ദിവസം അയാൾ എൻ്റെ പാർട്ടിക്കാരനായിരുന്നു എന്ന് അവകാശപ്പെട്ട് 2 പാർട്ടിയും വരുന്നത്. ഒരു വലിയ, ഈ വർഷം ഒരു രക്തസാക്ഷിയെയെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ പാർട്ടി എങ്ങനെ മുന്നോട്ട് പോകും എന്ന വലിയ പ്രശ്നം പാർട്ടികൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞിരുന്നില്ല, പണ്ടൊക്കെ പാല ഉറയ്ക്കാൻ വേണ്ടി രക്തം വേണമെന്ന് പറയും. പാർട്ടി ഉറയ്ക്കാനും രക്തം വേണം. പക്ഷേ ജീവിക്കാനല്ലേ മനുഷ്യൻ, ജീവിതമല്ലേ മരണം, ജീവിതമല്ലേ വലുത്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഈ ഹോമറുടെ കഥ പറഞ്ഞത്. ഒരു പാവം കർഷകൻ്റെ അടിമയായിരിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, അനേകം ജഡങ്ങളുടെ ചക്രവർത്തിയായിരിക്കുന്നതിനല്ല. രക്തസാക്ഷി ജഡങ്ങളുടെ ചക്രവർത്തിയാണ്. അതുകൊണ്ട് ഇനിമേൽ നമ്മുടെ നാട്ടിൽ രക്തസാക്ഷിത്വങ്ങൾ ഉണ്ടാകരുത് എന്നതാണ് രാഷ്ട്രീയമായി നമുക്കുണ്ടാകേണ്ട ഒരു ജാഗ്രത. മറിച്ച് ജീവിക്കുന്ന മനുഷ്യരുണ്ടാകണം, ജീവിക്കുന്ന അഭിമന്യുകൾ ഉണ്ടാകണം. ഇതിപ്പോൾ നാരായണൻ ഞാനും കൂടി രക്തസാക്ഷി എന്നിങ്ങനെ വിശദീകരിച്ചു പോയിട്ട് അത് എവിടെ എത്തും, അതാണല്ലത്. എൻ്റെ പേര് ഷംസു. ഈ രക്തസാക്ഷിത്വത്തിനെ കുറിച്ച് ഇവിടെ സംസാരിച്ചപ്പോൾ മതവിശ്വാസത്തിൻ്റെ ഭാഗമായി ഒരു പറ്റം യുവാക്കളെ യമന് പോലുള്ള നാട്ടിലേക്ക് നാട് കടത്തി ഷഹീദാക്കുന്ന ഒരേർപ്പാടുണ്ട്. ഷഹീദാവുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് അവകാശിയാണ് മതവിശ്വാസ പ്രകാരം. അങ്ങനെ രക്തസാക്ഷികളെ ഉൽപ്പാദിപ്പിക്കുന്ന മതചിന്തകളുണ്ട് ഇവിടെ. അതിനെപ്പറ്റിയൊന്നും നിങ്ങളിവിടെ പരാമർശിച്ചതായി കേട്ടില്ല. ആ രൂപത്തിലുള്ള ചിന്തക്കെതിരായി സാംസ്കാരിക നായകന്മാരെന്ന് പറയാവുമെന്ന് എനിക്കറിയില്ല, സാംസ്കാരിക നായകന്മാർ പ്രതികരിക്കണമെന്ന് എൻ്റെ അഭിപ്രായം. അത് വാസ്തവത്തിൽ പറയാൻ വിട്ട ഒരു കാര്യമാണ്. ഈ മതങ്ങൾ അല്ലെങ്കിൽ തീവ്രവാദികൾ ഭാവിയിൽ ഒരു സ്വർഗമുണ്ട് എന്ന തെറ്റിദ്ധാരണയിൽ അതിനർഹരായിത്തീരാൻ വേണ്ടി ആളുകളെ കൊല്ലുന്നു. അത് രക്തസാക്ഷിത്വമായി അവകാശപ്പെടുകയും ചെയ്യും. വാസ്തവത്തിൽ ഈ വിധത്തിൽ തെറ്റായ ആദർശങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാ രക്തസാക്ഷികളും ആധുനിക കാലത്തുണ്ടാകുന്നത് എന്നതാണ് വസ്തുത. ഇതത് പ്രകടമായി നമ്മളെ കാണിച്ചു തരുന്ന ഒരു സന്ദർഭമാണ്. ഈ ഇല്ലാത്ത ഒരു ലോകത്തിന് വേണ്ടി മരണത്തോടുകൂടി മനുഷ്യൻ അവസാനിക്കുമെന്നോ എന്നത് നിസ്സംശയമാണ്. ശരീരമില്ലാത്ത ഒരാൾ
അടുത്ത ഘട്ടത്തിൽ എങ്ങനെയാ വേദന അനുഭവിക്കുക? ശരീരം കൂടെ ഇല്ലാത്ത ഒരാൾ അടുത്ത ഘട്ടത്തിൽ ഏത് നരകയാതന അനുഭവിക്കാനാണ്? സകല യാതനകളും ശരീരത്തിലാണ് മനുഷ്യൻ അനുഭവിക്കുക, അല്ലാത്ത ഒരു യാതനയുമില്ല. അതുകൊണ്ട് അനന്തര ജീവിതത്തിൽ യാതന അനുഭവിക്കും എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഈ ജീവിതത്തോടു കൂടി ഇത് അവസാനിക്കുന്നു. മനുഷ്യ മഹത്വം എന്ന് പറയുന്നത് ഇത് നശ്വരമാണ് എന്ന് തിരിച്ചറിയുകയും അതിനനുകൂലമായ പ്രവൃത്തി ചെയ്യുകയും ചെയ്യുകയാണ്. ഇതിലൊരനശ്വരതയുടെ അംശവുമില്ല. അനശ്വരമായത് നാം സൃഷ്ടിക്കുന്നു, നമ്മളെ അതിവർത്തിച്ച് അത് നിലകൊള്ളുന്നു. പക്ഷെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് നശ്വരമായതുകൊണ്ട് മഹത്വമാണ്. ഞാൻ ഭഗവത്ഗീതയെ പറയുന്നുണ്ട്, ഇങ്ങനെ തീ കൊണ്ട് കത്തിക്കാനാകാത്തത്, വെള്ളം കൊണ്ട് നനയ്ക്കാനാകാത്തത്, ഇതൊക്കെയാണ് വലുത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ തീ കൊണ്ട് കത്തിക്കാനാകുന്നത്, വെള്ളം കൊണ്ട് നനയ്ക്കാനാകുന്നത്, നശിപ്പിക്കാനാകുന്നത്, മാറ്റങ്ങൾ വരുത്താനാകുന്നത്, നശ്വരതയുടെ ചലനങ്ങൾ ഉള്ളത്, അതൊക്കെയാണ് വലുത്, മറ്റതല്ല. അതുകൊണ്ട് ഈ തീവ്രവാദികൾ, ഇങ്ങനെ സ്വർഗത്തിന് വേണ്ടി മരിക്കുന്ന തീവ്രവാദികൾ, ഒരിക്കലും വരാനില്ലാത്ത ഒരു ആദർശ രാജ്യത്തിന് വേണ്ടി മരിക്കുന്നവർ, ഇക്കാലത്തല്ലാതെ ജീവിക്കുന്നവർ, ഈ കാലത്ത് നീ ജീവിക്കരുത് എന്ന് പലരാലും ശുപാർശ ചെയ്യപ്പെടുന്നവർ, അവരുടെയൊക്കെ രക്തസാക്ഷിത്വങ്ങൾ ഒരേ വിധത്തിൽ ദുരന്തമാണ് സത്യത്തിൽ. പക്ഷെ അതിലെനിക്കൊരു ചെറിയൊരു വ്യത്യസ്തമായിട്ടാണ് പറയാനുള്ളത്. കാരണം മാർട്ടിസം എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു റിലീജിയസ് ആയ വാക്ക് തന്നെയാണ്. ക്രൈസ്റ്റിൻ്റെ അവസാനത്തെ ടെംപ്റ്റേഷൻ ടു ബി എ മാർട്ടിയർ ആണെന്ന് പറയാറുണ്ട്. മറ്റതൊക്കെ അല്ലെങ്കിൽ മാർട്ടിയത്തിലൂടെ മാത്രമേ ആ ജീവിതം, അത്തരത്തിലുള്ള ജീവിതം അതിൻ്റെ പൂർത്തിയാകുള്ളൂ. സാധാരണ പോലെ എല്ലാവരെയും പോലെ വയസ്സായി ശരീരം ചുളിഞ്ഞ് ചുക്കിച്ചുളിഞ്ഞ് വാർദ്ധക്യം, നരജര ബാധിച്ച്, അസുഖം ബാധിച്ച് ഒക്കെ ചെയ്ത അത്തരം മരണങ്ങൾ എന്ന് പറയുന്നത് അവർ കാക്ഷിക്കുന്നില്ലാത്ത അവസ്ഥയിൽ, അങ്ങനെ അതൊരു മനുഷ്യൻ്റെ തന്നെ ഉള്ളിൽ തരുന്ന ഒരു ടെംപ്റ്റേഷനായിട്ട് വരും. അത് അല്ലാത്തൊരു മരണം ബുദ്ധൻ്റെ മരണം മാത്രമേ ഉണ്ടാവുള്ളൂ, വയറിളകിയിട്ട് പന്നിയിറച്ചി എന്നിരുന്ന ആൾക്കാർ പറയുന്നത്. ബാക്കി എല്ലാം ഇത് ഒരു ഗ്രേറ്റ് ആയിട്ടുള്ളൊരു ജീവിതം അതങ്ങനെ രൂപപ്പെട്ട് വരുന്നത് പോലെ തന്നെ ഓരോ ആളുകളും ജനിക്കുന്ന സമയത്ത് തന്നെ അയാളുടെ ജനറ്റിക്കലി അയാളുടെ മരണം ജനറ്റിക്കലി കോഡറ്റാണെന്ന് പറയുന്നത് പോലെ ഗ്രേറ്റ് മാൻ എന്ന് പറയുന്ന ആളുകൾക്ക്, പ്രവാചകർ, വലിയ അത്തരമുള്ള വലിയ ഗ്രേറ്റ് റൈറ്റേഴ്സ് ഒക്കെ ആളുകൾ, ഇപ്പം ഹെമിംഗ് വേ വെടിവെച്ചാണ് മരിക്കുന്നത്. ഹരാക്കിരി എന്ന് പറയുന്ന ജാപ്പാനീസ് എഴുത്തുകാരൊക്കെ ചെയ്തിട്ടുള്ള വയറുകീറി മരണം. അപ്പോൾ ഇത് വലിയൊരു വിഷയമാണ് ഈ ഒരു കാര്യം. എന്താണ് ഇപ്പോൾ ജീവിക്കുന്ന ജീവിതമാണോ സത്യം? ഇനി മറ്റൊരു ജീവിതമില്ല എന്ന് പറയാനുള്ള യാതൊരു ആധികാരികതയും നമ്മൾക്കില്ല എന്ന് പറയാൻ പറ്റും. നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് മറ്റൊരു ജീവിതം മനുഷ്യനില്ല? വെലോപ്പള്ളി പറഞ്ഞ പോലെ ഇവിടെ എനിക്കൊരു മോശം ജീവിതം ഉണ്ടെങ്കിലും എനിക്ക് മറ്റൊരു കാവ്യ ജീവിതം വിണ്ണിലുണ്ട്, ആകാശത്തുണ്ട്, മറ്റൊരു ലോകത്തുണ്ടെന്ന് പറയും പോലെ മനുഷ്യ ജീവിതത്തെ തന്നെ മുന്നോട്ട് നയിക്കുന്നത് ഇത്തരമൊരു പ്രതീക്ഷയാണ്. ദർ ഈസ് അനദർ ലൈഫ് ബെറ്റർ ദാൻ ദീസ് വെയിറ്റിംഗ് ഫോർ മീ. എനിക്കുണ്ടത്. അതിലെത്തിച്ചേരാനുള്ള ഒരു ആളിപ്പടർച്ചയായിട്ടാണ് ഈ ജീവിതത്തെ നമ്മൾ കാണുന്ന ദർശനങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനെ അതിനെ വെറുതെ ഭൗതികമായ കാഴ്ചപ്പാട് എല്ലാം ഇവിടെ അവസാനിക്കുന്നു എന്ന് പറയുന്നത് വാക്ക്, അത് എഴുതപ്പെട്ട അക്ഷരങ്ങൾ അല്ലെങ്കിൽ ആ വാക്കിൻ്റെ വെറും പ്രത്യക്ഷമായ അർത്ഥം മാത്രമാണ്, അനുഭവം മാത്രമാണ് ആക്ക് പ്രദാനം ചെയ്യുന്നത് എന്ന് പറയുന്നത് ലിമിറ്റിയലായിരിക്കും. അതൊരു ഭൗതിക ശാസ്ത്രപരമായ ഒരു പരിമിതപ്പെടുത്തൽ അതുണ്ട്. പക്ഷേ ഭൗതികശാസ്ത്രപരമായി ഈ പരിമിതപ്പെടുത്തലിന് പുറത്തേക്ക് പോകാനുള്ളതാണ് മനുഷ്യൻ്റെ ആഗ്രഹം, മനുഷ്യൻ്റെ ശ്രമം. നിശ്ചലതയിൽ നിന്ന് വേഗത്തെ അതിജീവിക്കലാണ്. PT ഉഷ ഓടി വേഗം കൂടുമ്പോൾ ആ PT ഉഷ ആവിഷ്കരിക്കുന്ന ആ വേഗം എന്ന് പറയുന്നത് ഈ ഭൗതിക ജീവിതം മനുഷ്യന് നൽകിയിട്ടില്ല, മനുഷ്യൻ്റെ കാലുകൾക്ക് നൽകിയിട്ടില്ല പരിമിതികളെ ഉല്ലംഘിക്കലാണത്. അതൊരു അപ്പുറം കടന്നുപോക്കാണ്, ട്രാൻസെൻഡിങ് ദ ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോഴത്തെ അവസ്ഥയാണത്. ഈ ഒരു കാര്യം പലപ്പോഴും രക്തസാക്ഷിത്വത്തിലും കിടക്കുന്നത്. അത് ആത്യന്തികമായിട്ട് ആ അർത്ഥത്തിൽ രക്തസാക്ഷിത്വം ഇപ്പം ക്രൈസ്റ്റിൻ്റെ ടെംപ്റ്റേഷൻ പോലെയോ അല്ലെങ്കിൽ ഗാന്ധിയുടെ തന്നെ ആലോചിച്ച് നോക്കുക അവസ്ഥ എന്താണെന്ന്. ഗാന്ധി 47 സ്വാതന്ത്ര്യം കിട്ടിയ നെഹ്റുവിൻ്റെ ഭരണകൂടം ഉണ്ടാവുകയും
അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുകയും ഈ അഴിമതി ഈ അനാചാരങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പം ഗാന്ധി എന്ന് പറയുന്നൊരു ആളുടെ മരണം ആലോചിച്ച് നോക്കൂ, ആ രീതിയിലുള്ള. അപ്പോൾ അതൊരു ടെംപ്റ്റേഷനാണ് അതിൻ്റെ എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്കതിനെ അങ്ങനെ രണ്ടായി കാണുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളും രക്തസാക്ഷിത്വങ്ങളല്ല. രക്തസാക്ഷി മാർട്ടിയർ എന്ന് പറയുന്നത് വളരെ മറ്റൊരു കാര്യമാണ്. അത് ഓരോ മനുഷ്യരിലും ഉള്ളിലുണ്ടത്. മരിച്ചാൽ മതിയായിരുന്നു എന്ന് എല്ലാവരും ജീവിതത്തിൽ പലപ്പോഴും പറയും. ഒന്ന് ഒടുങ്ങിക്കിട്ടിയ, ഞാൻ തന്നെ പലപ്പോഴും പറയാറുണ്ട്, ഒന്ന് ഒടുങ്ങിക്കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ. അതായത് പറ്റുന്നില്ല നമ്മൾക്ക് ഈ ഒരു ജീവിതവും ഈ ചുറ്റുപാടും ഈ പരിമിതികളും ഒക്കെ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കപ്പോൾ അതൊന്ന് തീർക്കുക. ഇത് ഇൻഡിവിജ്വൽ വ്യക്തി ജീവിതത്തിൽ നിന്ന് പുറമേക്ക് വ്യാപിച്ച് സമൂഹതലത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ വ്യാപിച്ചു കിടന്നിട്ടുള്ള ഇതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഏറ്റവും വലിയ ഫാസിസ്റ്റ് നേതാവ് പോലും ഒരു നിമിഷം ആലോചിച്ചേക്കും മരിച്ചാൽ മതിയായിരുന്നു. പലപ്പോഴും ആളുകൾ എനിക്കൊന്ന് ഹിറ്റ്ലറൊക്കെ ആത്മഹത്യ ചെയ്യാൻ സംശയമുണ്ടല്ലേ, കൃത്യം മറന്നുപോയി. അതെ, അപ്പോൾ അത് അങ്ങനെ ഒരു എലമെൻ്റ് അകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാർട്ടിഡം എന്ന് പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയ കൊലപാതകവുമായി ബന്ധപ്പെട്ട്, മാർട്ടിഡം എന്ന് പറയുന്നത് അത് വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള തലങ്ങളുള്ള ഒരു കാര്യമാണ്. അത് എല്ലാത്തിനും ഇപ്പം ഇതുകൾ തന്നെ, ഇപ്പം മത്സ്യങ്ങൾ ഒന്നിച്ച് കൂട്ടമായി കരയ്ക്ക് കയറി കിടന്നിട്ട് ആത്മാഹുതി ചെയ്യാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. മത്സ്യങ്ങൾ, പക്ഷികൾ ആത്മഹത്യ ചെയ്യാറുണ്ട്, മൃഗങ്ങൾ ഇതൊക്കെ ചെയ്യും. ഇത് ജന്തു ലോകത്തിൽ മൊത്തം കിടക്കുന്ന ഒന്നാണ്. ഈ ഭൂമിയിലെ വാസം അവസാനിപ്പിച്ചു പോവുക. പക്ഷെ ഇതും ഇന്നത്തെ ഈ രാഷ്ട്രീയ കൊലപാതകം ആളുകളെ കണ്ടുപിടിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് ചാപ്പ കുത്തി ആ സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് ആയുധം തൊടുത്ത് കൊല്ലുന്ന അത് ബലിയാണ്. ഈ മാർട്ടിഡമല്ല, രക്തസാക്ഷ്യമില്ല, ഇത് ബലി കൊടുക്കലാണ്, ബലിദാനം. ബലിയാണ് പലപ്പോഴും, ബലി ഒരു റിച്വലാണ്. ബലി എന്ന് പറയുന്നത് ഫലഭൂയിഷ്ഠത കൂട്ടാനുള്ള, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത കൂട്ടാനുള്ള, അല്ലെങ്കിൽ വ്യക്തികളുടെ ജീവജാലങ്ങളുടെ ഫലഭൂയിഷ്ഠത കൂട്ടാനുള്ള, പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഒരു മതപരമായ റിച്വലാണ് ബലികർമ്മം. ആ ബലികർമ്മത്തിൽ നിന്നാണ് ഇന്നത്തെ ആധുനിക രാഷ്ട്രീയ പാർട്ടികൾ മാർട്ടിയർ, ഈ പറയുന്ന രക്തസാക്ഷി എന്ന് പറയുന്ന കള്ളപ്പേരിൽ ബലി കൊടുക്കുന്നത്. അഭിമന്യു രക്തസാക്ഷിയല്ല, ഒരു ബലിമൃഗമായിരുന്നു. അവരൊക്കെ തന്നെ ആരൊക്കെ ഈ സമീപകാല ഈ പുതിയ രാഷ്ട്രീയ വ്യവസ്ഥയിൽ, അത് ജനാധിപത്യ സംവിധാനത്തിലോട്ട് ദേശരാഷ്ട്രങ്ങൾ ഉണ്ടായതോടു കൂടിയിട്ട്, നേരത്തെ ഗോത്ര ജീവിതം ഉണ്ടായിരുന്ന കാലത്താണ് മാർട്ടിഡവും ബലിയും ഉണ്ടായിട്ടുള്ളത്. ഇന്ന് നമ്മൾ ദേശരാഷ്ട്രത്തിലോട്ട് ഇത് പുരോഗമിക്കുകയും, അതായത് ഈ നവോത്ഥാനം എന്ന് പറയുന്ന ഈ കാലത്തിൻ്റെ സൃഷ്ടിയാണല്ലോ ദേശരാഷ്ട്രങ്ങൾ. നവോത്ഥാനം എന്ന് പറയുന്ന ഒരു വലിയ സമൂഹ സാംസ്കാരിക ചലനത്തിൻ്റെ ഭാഗമാണ് ലോകത്തിൽ നിന്ന് കടന്ന എല്ലാ ദേശരാഷ്ട്രങ്ങളും ദേശരാഷ്ട്ര സങ്കല്പങ്ങൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അതിൽ ഈ പറയുന്ന രക്തസാക്ഷിത്വമില്ല. ബലിയുടെ പുതിയ രാഷ്ട്രീയ പ്രയോഗമായിട്ട് രാഷ്ട്രീയ കൊലപാതകം ഒരു ബലിദാനം, പഴയ ഗോത്ര ബലിദാനത്തിൻ്റെ പുതിയ രൂപമായിട്ട് വേണം രാഷ്ട്രീയ കൊലപാതകങ്ങളെ കാണാൻ. അപ്പോൾ ഇത് വളരെ വിച്ഛേദിച്ച് നമ്മൾ എല്ലാത്തിനെയും ഒരു സാമാന്യവൽക്കരിച്ച് ഒരു പൊതു ശീർഷകത്തിലേക്ക് കൊണ്ടുവന്നിട്ട് വിശകലനം ചെയ്യുകയാണെങ്കിൽ, അനുഭവിക്കുകയാണെങ്കിൽ പലപ്പോഴും തെറ്റായ നിഗമനങ്ങളിലേക്കും തെറ്റായ യാഥാർത്ഥ്യങ്ങളിലേക്കുമായിരിക്കും എത്തിച്ചേരുക. ഇത് രണ്ടായി കാണേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, ബലിയും രക്തസാക്ഷ്യവും. രക്തസാക്ഷി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ആവർത്തിക്കുകയാണ്, അതൊരു റിലിജിയസ് സ്പിരിച്വലായിട്ടുള്ള ഡിസയറാണ്, ടെംപ്റ്റേഷനാണ്. അതൊരു പരിപൂർണതയ്ക്ക് വേണ്ടിയുള്ള മനുഷ്യൻ്റെ അബോധമായ ഒരു ശ്രമത്തിൻ്റെ വില. അതുകൊണ്ട് എല്ലാവർക്കും റിസർച്ച് ആവാൻ കഴിയില്ല, അത്രമാത്രം ഇതാക്കിയേ പറ്റുള്ളൂ. ജലസമാധി അടയാ സന്യാസിമാർ എന്ന് പറയുന്നത്, ജലസമാധി കൊള്ളുക. ഇതൊക്കെ നേരത്തെ ഇങ്ങനെ നമ്മുടെ സംസ്കാരത്തിലും അബോധത്തിലും ഉറഞ്ഞു കിടക്കുന്ന ചില കാമനകൾ എന്ന് പറയുന്നത് പോലെ തന്നെയുള്ളതാണ്. ഇനി ഇപ്പോഴാണ് അതിൻ്റെ മറ്റൊരു യഥാർത്ഥ വശത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. അതായത് രാജീവൻ പറഞ്ഞതിനെ ഞാൻ വളരെ ഭാവനാത്മകമായിട്ട് സ്വീകരിക്കുന്നു, അക്ഷരാർത്ഥത്തിലല്ല. അക്ഷരാർത്ഥത്തിൽ കാര്യങ്ങൾ കാണുന്ന ഒരു ബലിദാനിയാണ് മുസ്ലിം തീവ്രവാദിയാണെങ്കിലും ഹിന്ദു തീവ്രവാദിയാണെങ്കിലും തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തി അതിന് തനിക്ക് പ്രായശ്ചിത്തമായി വലിയ ഒരു ലോകം കിട്ടും എന്ന് വിചാരിക്കുന്ന ഒരാൾ. അത് ഭാവനാത്മകമായിട്ടല്ല, അക്ഷരാർത്ഥത്തിൽ കാര്യങ്ങളെ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ്. വാസ്തവത്തിൽ മനുഷ്യൻ എന്ന് പറയുന്ന ആൾ ഏറ്റവും നിസ്സഹായനാണ്, ജന്മന
മറ്റെല്ലാ ജീവജാലങ്ങൾക്കും അതിജീവിക്കാനുള്ള കവചങ്ങൾ പ്രകൃതി നൽകിയിരിക്കുന്നു, മനുഷ്യന് നൽകിയിട്ടില്ല. അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിക്കുന്നു, അതുകൊണ്ട് മനുഷ്യൻ ചിന്തകൾ സൃഷ്ടിക്കുന്നു, അതുകൊണ്ട് മനുഷ്യൻ റിലിജിയൻ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് മനുഷ്യൻ ഭാഷ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് മനുഷ്യൻ രാഷ്ട്രീയം ഉണ്ടാക്കുന്നു. ഇതിൻ്റെ എല്ലാം ബലത്തിൽ ആ വംശം അങ്ങനെ അതിശക്തമായി തുടർന്ന് വരികയും ചെയ്യുന്നു. എന്നാലും ആദ്യം മുതലേ സ്പിരിച്വാലിറ്റിയുടെ ഒരംശം മനുഷ്യനിൽ ഇരിക്കുന്നു. മറ്റൊരു കാക്കയോ പശുവോ ചത്തുപോകുന്നത് പോലെയല്ല മനുഷ്യൻ്റെ ചാകൽ. എന്തോ ബാക്കി വെക്കുന്നു എന്ന ഒരു ആഗ്രഹ ചിന്ത അയാളിലുണ്ട്. അതുകൊണ്ട് ആദ്യകാലത്തെ ശവം മറവ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ പാത്രത്തിൽ വെള്ളം വെച്ചിരിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം വെച്ചിരിക്കുന്നു, വസ്ത്രം വെച്ചിരിക്കുന്നു. ഈ വിധത്തിലുള്ള ശവസംസ്കാരം ആരംഭിച്ച കാലത്ത് തന്നെ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല ജീവിതം എന്ന ഒരു പ്രത്യാശ മനുഷ്യനിൽ ഉണ്ട്. കാരണം മനുഷ്യനോളം ഇത്രമേൽ ഭാവനയും ബുദ്ധിയും ഈ മുതലിറക്കി ജീവിക്കുന്ന ഒരാളുമില്ല. മാത്രമല്ല ഈ സമൂഹം ഇപ്പോൾ ഒരു വിശ്വാസമാണ് ഒരുപാട് ആളുകളെ ഒരുമിപ്പിക്കാൻ കാരണം. അല്ലെങ്കിൽ ആരും ഒരുമിപ്പിക്കില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ചിഹ്നത്തിൻ്റെ കീഴിൽ, ഈ സിദ്ധാന്തത്തിൻ്റെ പേരിൽ, ഈ ഉട്ടോപ്പിയയുടെ പേരിൽ എത്ര പേരാണ് അണിനിരക്കുന്നത്, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത്തരം ഒരു ഉട്ടോപ്പിയ മുന്നോട്ട് വെക്കാനില്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഉട്ടോപ്പിയ ശരിയോ തെറ്റോ എന്തായിരിക്കട്ടെ, പക്ഷേ ഈ ഉട്ടോപ്പിയ ഒരുപാട് ആളുകളെ ഒരുമിപ്പിച്ചെത്താൻ പേരിക്കുന്നു. അപ്പോൾ ഈ ഉട്ടോപ്പിയയുടെ അകത്തുള്ള ഊർജം ഒരു പക്ഷേ ചിലയിടത്ത് മതത്തിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ മതത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് ഇത്തരം വിശ്വാസങ്ങളായിട്ട് മാറുന്നു, പുനർജന്മമായിട്ട് മാറുന്നു, ദേവലോകമായിട്ട് മാറുന്നു, നരകമായിട്ട് മാറുന്നു, സ്വർഗമായിട്ട് മാറുന്നു. പക്ഷേ അവിടെയൊക്കെ ബൈബിളിൽ ഖുറാനിൽ തന്നെ പറയുന്നുണ്ട്. എന്തിനാണ് ഖുറാനെ കുറിച്ച് ഒരു പണ്ഡിതൻ പറയുന്നത്, എന്തിനാണിങ്ങനെ നരകത്തിൽ വലിയ വട്ടമുണ്ടെന്നും അവിടെ എണ്ണ ചൂടാക്കുന്നുണ്ടെന്നും അവിടെ ഇങ്ങനെ തലനാരിടൻ്റെ ഒരു പാലമുണ്ടെന്നും നമ്മൾ അതിൽ നടക്കണമെന്നും ഒക്കെ സങ്കല്പിക്കുന്നത്? മനുഷ്യന് ഭീകരതയെക്കുറിച്ച് സങ്കല്പിക്കാൻ സ്വന്തം ജീവിത പരിസരങ്ങൾ മാത്രമേ ഉള്ളൂ. അയാളുടെ രൂപകങ്ങളൊക്കെ ഈ ജീവിത പരിസരത്ത് നിന്ന് മാത്രം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് വരും കാലത്തെക്കുറിച്ച് നമുക്ക് ഒരു അടിസ്ഥാനവും ഇല്ലാത്തതുകൊണ്ട് ഈ അടിസ്ഥാനമാണ് നമ്മൾ വെച്ചു കൊടുത്തിരിക്കുന്നത്. ഇവിടെയുള്ള സൗകര്യങ്ങൾ സ്വർഗത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ 10-40 കൊല്ലം മുമ്പ് ഇപ്പോഴത്തെ ലോകത്തിലുള്ള സൗകര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ വാതാനുകൂലമായിട്ടുള്ള മുറികളും ഇതുപോലെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു കാര്യം ഇന്നാണെങ്കിൽ കുറെ കൂടി പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു സ്വർഗ്ഗമാണ് നമ്മൾ സങ്കല്പിക്കുക. അപ്പോൾ ഈ മനുഷ്യൻ്റെ അതാണ് എന്തിൻ്റെ അഭാവമാണോ, അഭാവങ്ങൾ കൊണ്ട് ഇവിടെ എന്തില്ലയോ അതുകൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന ഉട്ടോപ്പിയകൾ മതപരമായും പ്രവർത്തിക്കുന്നു, രാഷ്ട്രീയപരമായും പ്രവർത്തിക്കുന്നു. രാഷ്ട്രീയപരമായി പ്രവർത്തിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും മറ്റും നമ്മൾ കാണുന്നു. മതപരമായി പ്രവർത്തിക്കുന്നത് ഹിന്ദു മതത്തിലും ഇസ്ലാം മതത്തിലും ക്രിസ്തു മതത്തിലും നമ്മൾ കാണുന്നു. അതിലൊക്കെ നിലവിലുള്ള ലോകത്തിൻ്റെ സവിശേഷതകൾ, പാഠങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് ഒരു അനന്തര ലോകത്തെ നമ്മൾ നിർമ്മിക്കുന്നു. അഥവാ അത്തരം ഒരു ഉട്ടോപ്യ ഇല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റുകയില്ല. മനുഷ്യൻ്റെ ഈ എന്താ പറയുക, അതിജീവലിക്കലിൻ്റെ അടിസ്ഥാനം ഉട്ടോപ്യ ആണ്. അപ്പോൾ അത്തരം ഒരു ഉട്ടോപ്യയുടെ ഒരു ഭാഗിക ദർശനമാണ് രാജീവൻ പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. അതിൻ്റെ അപ്പുറം ഒന്നുണ്ട് എന്നെനിക്ക് കരുതാൻ പറ്റും. ചോദ്യമൊന്നുമല്ല, നോവലിലെ ആദ്യത്തെ കുറച്ച് ഭാഗമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. നോവൽ ഇറങ്ങിയത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇവിടെ എത്തിയപ്പോഴാണ് ഈ മരേതാ അത് കാഞ്ഞിരാവും അല്ല അത് പാലയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വരിയെ പറ്റിയിട്ട് രാജീവൻ കുറച്ചുകൂടി എനിക്ക് പറഞ്ഞു തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മരേതാ അത് കാഞ്ഞിരാവും എന്ന് അയാൾ പറയണു. ഈ കാഞ്ഞിരം എന്നുള്ളത് മാതൃകാഴ്ചത്തിലെ കവിതയിലെ എഴുത്തച്ഛൻ എന്നുള്ളതെന്ന് വിട്ടിട്ട് അച്ഛനും കാഞ്ഞിരവും കൂടിയിട്ട് രാജുവിൻ്റെ ഉള്ളിൽ ഒരു ലിങ്ക് ഉണ്ടെന്നുള്ള എനിക്ക് ഉറപ്പാണ്. അത് വേറെ കാര്യം, അത് പോട്ടെ. എഴുത്തച്ഛൻ മാത്രമല്ല
അച്ഛനും കാഞ്ഞിരവും ഈ അത് പാലയാവും എന്നിങ്ങനെ രാജീവൻ പറയുന്നുണ്ട്. ഈ രണ്ടും തമ്മിൽ ഞാനിത് പറഞ്ഞു വരുന്നതിൻ്റെ ഇവർക്കൊന്നും ചിലപ്പോൾ പറഞ്ഞോളന്നില്ല. പാലേരി മാണിക്യത്തിൻ്റെ അവസാനത്തെ അധ്യായം മുഴുവൻ അത് ഈഡിപ്പസ് കോംപ്ലക്സിൻ്റെ ഒരു റീഡിസ്കവറിയാണ്. രാജീവൻ അതിഗംഭീരമായിട്ട് നടത്തിയിട്ടുള്ള ആ അവസാനത്തെ അധ്യായം ഇങ്ങനെ വരാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാധനമാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇതും. ഈ കുഞ്ഞയ്യപ്പൻ്റെ മകനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അർത്ഥം രാജീവനെന്ന് ചോദിച്ചാൽ എനിക്ക് നിശ്ചയില്ല. എനിക്ക് കുറച്ചും കൂടിയൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. മാത്രമല്ല ഈ പാല എവിടുന്ന് വന്നു എന്നും രാജീവൻ പറഞ്ഞു തരണമെന്ന് എനിക്കൊരു മോഹമുണ്ട്. ഇത് ശശി സൈക്കോളജി പ്രൊഫസറാണ് യൂണിവേഴ്സിറ്റിയിലെ. അതുകൊണ്ട് അദ്ദേഹം ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ എളുപ്പമാവില്ല. ഈ പാലയും കാഞ്ഞിരവും വന്നത് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തും മുമ്പ് താമസിച്ച സ്ഥലത്തും എവിടെ പോയാലും എൻ്റെ കൂടെ ഒരു പാലയും ഒരു കാഞ്ഞിരവും വരും എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അതെന്താണെന്ന് എനിക്കെന്നെ അറിയില്ല. അതൊരു പക്ഷേ കാഞ്ഞിരം ഞാനൊരു ദുരാത്മാവായി മാറുകയാണെങ്കിൽ എന്നെ ആണിയടിച്ചിരുത്താനും, ഇനി പാല എന്ന് പറയുന്നത് ഞാൻ ഏതെങ്കിലും യക്ഷി സംസർഗത്തിൽ വരികയാണെങ്കിൽ ആ യക്ഷിക്ക് താമസിക്കാനും, എൻ്റെ സുഹൃത്തായിട്ട് ഏതെങ്കിലും യക്ഷികൾ വരികയാണെങ്കിൽ, യക്ഷികൾ ഫ്ലാറ്റിലോ വീട്ടിലോ താമസിക്കാറില്ലോ, ആ യക്ഷികൾക്ക് താമസിക്കാൻ ഒരു കാഞ്ഞിരവും പാലയും അത് ഞാൻ എല്ലായിടത്തും സംരക്ഷിക്കാറുണ്ട്. അത് ഒരു കാര്യം. അല്ലാതെ ഇതൊക്കെ എന്താ പറഞ്ഞു വെച്ചാൽ എൻ്റെ ഒരു ബോധപൂർവം ഫിക്ഷനും പോയട്രി എന്നൊക്കെ പറയുന്ന കാഞ്ഞിരത്തെ പറ്റി കവിതയൊക്കെ സൂചിപ്പിച്ചല്ലോ. പലപ്പോഴും എഴുത്ത് അത്ര ബോധപൂർവമല്ല. ഞാനിപ്പോൾ നാരായണനൊക്കെ പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഈ രക്തസാക്ഷി എന്നൊക്കെ പറയുന്നതിനെ പറ്റി അങ്ങനെ അതിൻ്റെ അത്തരം ആലോചിക്കുന്നത്. നമ്മളത് അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് എഴുതുന്ന ആളല്ല ഞാൻ. അത് എൻ്റെ നോവലുകൾ പ്രസിദ്ധീകരിച്ച പത്താധികുമാർക്കറിയാം അതെങ്ങനെയാണ് എഴുതി കൊടുക്കുന്നതെന്നുള്ള കാര്യം. ഓരോ ആഴ്ച എഴുതി കൊടുക്കുകയാണ്. അതെന്താണെന്നുള്ള അതിങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് എൻ്റെ പരിധിയിൽ നിൽക്കുന്നതല്ല. ഈ ലോകവും ഒന്നും ഒരു വസ്തുവും എൻ്റെ പരിധിയിൽ നിൽക്കുന്നതല്ല. ഞാൻ പറയുന്ന അനുസരിക്കുന്നതല്ല എൻ്റെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന കാര്യം. ഇപ്പം നാരായണൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അതെന്തുകൊണ്ട് അതിലെ പാർട്ടി എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി എന്നുള്ള കാര്യം. ഞാൻ അന്നേരം പാർട്ടി എഴുതിയാണ്. കാരണം ഏറ്റവും കൂടുതൽ മതചിഹ്നങ്ങൾ പോലുള്ള ചിഹ്നങ്ങൾ, ഒരു സംഘടിത മതത്തിൻ്റെ രൂപഘടന ആർജിച്ച ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്കാരോ രക്തസാക്ഷി എന്ന് പറയും തോന്നില്ല. മാർട്ടിയർ എന്ന് രക്തസാക്ഷി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറയുന്നുള്ളൂ. ഇങ്ങനെ സംഘടിത മതത്തിൻ്റെ മുഴുവൻ രൂപഘടനയും അതിൻ്റെ ചിഹ്നങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത്. രക്തസാക്ഷി ദിനാചരണങ്ങൾ, അല്ലെങ്കിൽ ഒരാൾ മരിച്ചാൽ രക്തസാക്ഷി ദിനാചരണത്തിൽ സഖാക്കൾ പോയിട്ട് ഇങ്ങനെ കാണിക്കും. അല്ല, അങ്ങനെ എന്തോ കാണിക്കില്ലേ, ഒരു ചിഹ്നം കാണിക്കില്ലേ? നമ്മൾ നമസ്കരിക്കുന്നത് പോലെയൊക്കെ ചില മുദ്ര കാണിക്കും നേതാക്കന്മാർ. ഇങ്ങനെയാണ് തോന്നുന്നത്. ഇത്തരം അനുഷ്ഠാനങ്ങൾ ഇതിൽ ഈ പ്രവർത്തനത്തിലൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുദിനം എന്നോണം മതസംഘടന രൂപത്തിലേക്ക് വരികയാണ്. പുറത്താക്കലുകൾ, പുറത്ത് നിർത്തുക, അങ്ങനെയുള്ള നരകത്തിലേക്കും ഒക്കെ പോകുന്നതിൻ്റെ മുമ്പ് എന്തോ ഒരു പീരീഡ് ഉണ്ട്. മാത്യു സാറിന് അറിയായിരിക്കാം, പർഗേറ്ററി അല്ലേ സാർ? മാത്യു സാർ, ഇസ് പർഗേറ്ററി അല്ലേ? ആ ഒരു രണ്ടിൻ്റെ ഇടയ്ക്കുള്ള അല്ലേ? യെസ്. ഇപ്പം ശശി പർഗേറ്ററിയിലാണ്, മണ്ണാർക്കാട് ശശി. സ്വർഗത്തിൽ നരകത്തിന് പോകുന്നില്ല. ഇതൊക്കെ തന്നെ എന്ന് പറയുന്നത് ഹൈന്ദവ ക്രൈസ്തവ ഈ മതങ്ങളുടെ മെയിൻലി ക്രൈസ്തവമായിട്ടുള്ള മതത്തിൻ്റെ ഫോം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പർഗേഷൻ പീരീഡ് ഇതുപോലുള്ള ചിഹ്നങ്ങൾ വെച്ച് ആചരിക്കുക. ക്രോസ് പോലെ തന്നെ അരിവാൾ ചുറ്റിക മാറുന്നു. ഈ നോവല് പറയുന്നുണ്ട്, ഈ നോവലൊരു ഭാഗത്ത്, കാരണം നോവലിനെ പറ്റി ഇവിടെ അധികം സംസാരിക്കാത്തത് കൊണ്ട് ഞാൻ തന്നെ സ്വയം പറഞ്ഞ് ചില്ലാത്തകൾ പറയാണ്, എങ്കിലും ഇത് പറയാതിരിക്കാൻ വയ്യ. കൊച്ചുനാണുവും കുഞ്ഞോമനയും ജീവിക്കാൻ മാർഗമില്ലാതെ തീവണ്ടി കയറി അർദ്ധരാത്രി നാട് വിട്ട് ഒരു ചേരിയിലെത്തിപ്പെടുന്നുണ്ട്.
ആ ചേരിയിൽ എത്തിപ്പെടുന്ന സമയത്ത് കാണുന്നത് ഒരു ഭാഗത്തൊരു കോവിലാണ്. ഒരു തമിഴ്നാട്ടുകാർ താമസിക്കുന്ന ആ നഗരത്തിൻ്റെ ആദ്യകാല പണിക്ക് കൊണ്ടുവന്ന തോട്ടിപ്പണി ചെയ്യുന്ന ആളുകൾ താമസിക്കുന്ന ചേരിയാണ്. അവിടെ ഒരു ഭാഗത്തൊരു മാരിയമ്മൻ കോവിലുണ്ട്. അത് എല്ലാ ഇത്തരം തമിഴ് ഈ പ്രദേശങ്ങളിലും ഉണ്ടാവും. അതിന് അഭിമുഖമായിട്ട് പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരു അരിവാൾ ചുറ്റിക ഒരു കമ്പിയിൽ കുത്തിവെച്ച ചിഹ്നമാണ്. എവിടെയാണ് തൊഴേണ്ടത്, എവിടെയാണ് പൂജിക്കേണ്ടതെന്ന് ഇവർക്ക് രണ്ടാൾക്കും സംശയമാണ്. ഇത്തരത്തില്ല ഈ മതവും ഇതും തമ്മിലുള്ള ഞാൻ സൂചിപ്പിക്കുന്ന പറയുന്നത് അതൊക്കെ എഴുതുന്ന സമയത്ത് ഇങ്ങനെ ഒരു നാരായണൻ സൂചിച്ച ഇങ്ങനെ ഒരു തലത്തിലോട്ട് അത് മാറുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായില്ല. ഇപ്പോഴാണ് എനിക്ക് കൂടുതൽ വ്യക്തത കിട്ടിയത് ഈ സംസാരം കേട്ടപ്പം. അതായത് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞ പോലെ മതവൽക്കരിക്കപ്പെട്ടിട്ടുള്ള മതസംഘടനാ രൂപം കൈപ്പെടുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അതിനെ വിമർശിക്കേണ്ടി വരുന്നതും അതിനപ്പുറമുള്ള ചില കാര്യങ്ങളുടെ ഒരു ഓർഗാനിക് എന്ന അല്ലെങ്കിൽ ജൈവമായിട്ടുള്ള മനുഷ്യാവസ്ഥയെപ്പറ്റി സംസാരിക്കാൻ എൻ്റെ വരുന്ന കാര്യമാണ്. ഇതൊന്നും ശശി വെച്ചുള്ള ഉത്തരമല്ല കേട്ടോ. അതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശത്രു യഥാർത്ഥത്തിൽ മതമാണ്. അതിനൊരു കാരണം മതമായിരുന്നു അതുവരെ ഇത്രയധികം ആളുകളെ ഉൾക്കൊണ്ടിരുന്ന ഒരു ശക്തി. ഇത്രയധികം പിന്നെ അതിന് ബദലായി നിൽക്കുക എന്നതായിരുന്നു, അല്ലെങ്കിൽ അതിനെ പരാജയപ്പെടുത്തുക എന്നതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ലക്ഷ്യം. ഒരു പക്ഷേ ഈ ശബരിമലയിൽ നടക്കുന്നത് മതവും പാർട്ടിയും തമ്മിലുള്ള, മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ഒരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ. പക്ഷേ പറ്റിയ കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾക്കൊക്കെ മതത്തിലും വിശ്വാസമുണ്ട് എന്നതാണ് കേരളത്തിലെ വലിയ ദുരന്തം. അപ്പോൾ അല്ലെങ്കിൽ ദുരന്തമല്ല, അങ്ങനെയാണ് ഇപ്പോൾ രാജീവനൊക്കെ പറയണ മാതിരി അങ്ങനെയൊക്കെ മനുഷ്യന് പറ്റൂ എന്നായിരിക്കാം. ആസ്തികനാണോ താങ്കൾ, ഈശ്വരഭക്തനാണോ താങ്കൾ? ആണെന്നും അല്ലെന്നും ഞാൻ പറഞ്ഞ് ഇതാണ് എല്ലാവരുടെയും സത്യം എങ്കിൽ എവിടെ ശബരിമലയിൽ കയറരുത്, കയറണം എന്നൊക്കെ പറയുമ്പോഴും അയ്യപ്പൻ കോപിക്കുമോ എന്ന ഭയം ഉള്ളിലെവിടെയോ ഉണ്ട് എങ്കിൽ, മറ്റൊരു മതക്കാർക്കാണെങ്കിൽ അവരുടെ ദൈവത്തിനെ ഇതുമാതിരി അതിലംഘിച്ചാലുണ്ടാകുന്ന അനുഭവം അവർക്കും ഉള്ളതിനാൽ ഒരു മതം എന്ന് പറയുന്നത് അതിശക്തമായിട്ടുള്ള ഒന്നാണ്. മതത്തിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ മാനങ്ങളാണ്, ഇവിടുത്തെ ന്യായങ്ങളാണ്, ഇവിടുത്തെ ടേംസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ എന്ന് പറഞ്ഞതുപോലെ മതത്തിൻ്റെ ടേംസാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ലക്ഷണമാണ് രക്തസാക്ഷി എന്ന് പറയുന്ന അയാളിൽ അവസാനിക്കാത്ത ഒരു അയാൾ. പക്ഷെ കഷ്ടം എന്താണ് എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി സ്വയം ആദർശത്തിന് വേണ്ടി രക്തസാക്ഷി ആകുന്നതും പാർട്ടി രക്തസാക്ഷി ആക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. രക്തസാക്ഷികൾ സ്വാഭാവികമായി ഉണ്ടായിരുന്ന ഒരു ആക്ഷൻ കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. രക്തസാക്ഷികളെ ഉണ്ടാക്കുന്ന ഒരു പോസ്റ്റ് ആക്ഷൻ പീരീഡിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് എന്നതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോഴും ഈ മതം വലിയ വെല്ലുവിളികൾ, ആന്തരമായ ഒരുപാട് സങ്കോചങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ശബരിമല കോൺഫ്ലിക്റ്റ് ഒരു വലിയ കോൺഫ്ലിക്റ്റാണ് എന്നെനിക്ക് തോന്നുന്നു. ക്രിയാശേഷം നല്ല രൂപഘടനയുള്ള ഒരു നല്ല അലഗോറിക്കൽ സ്റ്റോറിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൽ ദളിതൻ ആണ് പ്രധാന കഥാപാത്രം എന്നും ദളിതനെ രക്തസാക്ഷി, മരിക്കാത്ത രക്തസാക്ഷിയാക്കുന്നു എന്നുള്ളതൊക്കെ അപാരമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ ഒരു ഇത് മരിച്ചു കഴിഞ്ഞാൽ വേദനയില്ല, ശരീരത്തിന് മാത്രമേ വേദനയുള്ളൂ എന്ന് പരാമർശിക്കുന്നു. അപ്പോൾ ആത്മാവില്ല എന്ന് ഒക്കെ ആവാം അതിൻ്റെ ഒരു വ്യാഖ്യാനം. ഒന്ന് ചോദിക്കാനുള്ളത്, മുൻ DGP അലക്സാണ്ടർ ജേക്കബ് ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. മരിച്ചവൻ്റെ ആത്മാവിനെ തിരിച്ചു വിളിച്ച് തുമ്പില്ലാതിരുന്ന കേസ് തെളിയിച്ചിട്ടുണ്ട് എന്ന് കേട്ടു, അനുഭവ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇത് ഒറീസയിൽ മറ്റൊരു സ്ഥലത്ത് നടന്നതായിട്ട് ക്രൈം റെക്കോർഡ്സിലുണ്ട് എന്ന് കേട്ടു. അതിൽ തിരിച്ചു വിളിച്ച ആത്മാവ് നിമിഷങ്ങൾ മാത്രം നിൽക്കുകയും ഈ ആത്മാവ് സ്വന്തം മകനിൽ കൂടി സംസാരിക്കുമ്പോൾ ഇവിടെ എനിക്ക് നിൽക്കാൻ അനുമതി ഇല്ല, എനിക്ക് വേഗം തിരിച്ചു പോകണം
അല്ലെങ്കിൽ വേദനയുണ്ട്, അപാരമായ വേദന സഹിക്കേണ്ടി വരുന്നുണ്ട് എന്ന് പറയുന്നതായും കേട്ടു. അതൊരു കാര്യം. അപ്പോൾ അത് ആരാണ് സംസാരിക്കുന്നത്, ആർക്കാണ് വേദന, എന്തുകൊണ്ട് വേദന? മറ്റൊന്ന്, വിവേകാനന്ദനെ പറ്റി കേട്ടിട്ടുണ്ട്. അദ്ദേഹം തീരെ പരിചയമില്ലാത്ത ആൾക്കാർ തങ്ങളുടെ മുന്നിലേക്ക് കയറി വരുമ്പോൾ പേരോ നാളോ ഊരോ പശ്ചാത്തലമോ ഒന്നും ചോദിക്കാതെ ഈ വന്ന ആളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ അവരുടെ വേവ് ലെങ്തിലേക്ക് പ്രവേശിച്ച് അവരുടെ പ്രശ്നം എന്താണെന്ന് സ്വയം പറഞ്ഞിരിക്കുന്നതായി കേട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ വേദനയും സന്തോഷവും ഒക്കെ ഒരേ തരം വികാരമാണ്, മരിച്ചാലില്ലാത്ത എന്നാണല്ലോ. ഇവരിൽ ഇതെന്താണ് പ്രവർത്തിക്കുന്നത്? അവരിൽ ഒരുപക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ. VR കൃഷ്ണയ്യർ അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ ഭാര്യയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ഈ DGPയുടെ കാര്യവും സംഭവിക്കുന്നു. പക്ഷേ അതൊക്കെ നമ്മളോട് രേഖപ്പെടുത്തുന്നതും പറയുന്നതും VR കൃഷ്ണയ്യരുടെ ഭാര്യയല്ല, VR കൃഷ്ണയ്യരാണ്, DGP ആണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. ഞാൻ നേരെ തിരിച്ച അഭിപ്രായമാണ്. ഞാൻ അലക്സാണ്ടർ സാറും VR കൃഷ്ണയ്യരും പറഞ്ഞത് പൂർണ്ണ വിശ്വസിക്കുന്ന ആളാണ്. മരിച്ചവരുമായി സംസാരിക്കാൻ കഴിയും. നമ്മൾക്കൊരു കാര്യം പറ്റാത്തത് കൊണ്ട് ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. ചില ആളുകൾക്ക് അതിന് സിദ്ധിയുണ്ട്. മനുഷ്യൻ്റെ ഫാക്കൽറ്റി എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെയും കാതിൻ്റെയും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെയും റീച്ച് ഇൻഫിനിറ്റാണ്. നമ്മുടെ ബോധം അതിനെ ലിമിറ്റ് ചെയ്യാണ്. അതിനപ്പുറം സഞ്ചരിക്കുന്ന ആളുകൾക്ക് നമുക്കത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഏതാണ് യാഥാർത്ഥ്യം, ഏതാണ് മിഥ്യ എന്നും ഏതാണ് വേദന, ഏത് സന്തോഷം എന്നും നമുക്ക് അങ്ങനെ വേദനിച്ചറിയാൻ കഴിയാത്തൊരു ലോകത്തിലാണ് ഭംഗി എന്ന് വെച്ചിരുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് കുറിച്ച് ഞാൻ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട് മരിച്ചക്കാരായിട്ട്. അവർ കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ല. അത് ഇറ്റ്സ് എൻ ഇമാജിനേറ്റീവ് ഡയലോഗ് ഉണ്ടായിരിക്കാം. ബട്ട് ദാറ്റ് ഗേവ് മീ റിലീഫ്. ദാറ്റ് ടേക്സ് മീ ടു ന്യൂ റിലം ഓഫ് എക്സ്പീരിയൻസ് വിച്ച് ഐ നെവർ എക്സ്പീരിയൻസ്ഡ് ബിഫോർ. അതാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾക്ക് എന്താണ് നമ്മളെ ജീവിതത്തിലെ യാഥാർത്ഥ്യം മാത്രമാണ് എന്ന് പറയുന്ന അത് അത്ര നല്ലൊരു കാഴ്ചപ്പാടാൻ തോന്നുന്നില്ല. അതാണ് നമ്മുടെ ഈ ഭൗതികതയുടെ ലിമിറ്റേഷനിൽ ഒതുങ്ങുന്നത് കൊണ്ടാണ് ഇത് പല കുഴപ്പങ്ങളും ഉണ്ടാകുന്നത്. ഏതായാലും സമയമായി എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. 1 മിനിറ്റ് മാത്രം ബാക്കിയുണ്ട്. അപ്പോൾ ആ 1 മിനിറ്റിൽ പറയാനുള്ളത്, ഈ സന്ദേഹം നമ്മളെല്ലാവരും പങ്കിടുന്ന സന്ദേഹമാണ്. ആസ്തികനാണോ താങ്കളാണെന്നും അല്ലെന്നും ഞാൻ പറഞ്ഞു. അപ്പോൾ അതിലുണ്ടായിട്ടുള്ളതാണ് ഈ സാഹിത്യങ്ങളൊക്കെ. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സാഹിത്യം മുഴുവനും മനുഷ്യരുടെ മഹാപ്രത്യാശയാണ് എന്ന് വിചാരിക്കുന്നതാണ്. ആ പ്രത്യാശയാൽ ലോകം നിലനിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന ഭൗതികവാദി എന്നൊന്നും പറയുന്നതിൽ ഒരടിസ്ഥാനവുമില്ല. ഞാൻ ഭൗതികവാദിയോ ആത്മീയവാദിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭൂമിയിൽ ആത്മീയത സാധ്യമായത് കലയാൽ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു.